ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ് മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സാമിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മാനവികശേഷി രാഷ്ട്ര പുരോഗതിക്കായി. ഇത് കേൾക്കുമ്പോൾ എന്റെ മക്കൾ പലരും ആലോചിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും, സാറേ ഇത് ഫസ്റ്റ് ടൈമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ സെക്കൻഡ് ടൈമിൽ ഉണ്ടാവുമോ എന്ന് ചോദ്യമാണ് എങ്കിൽ മക്കളെ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ചാപ്റ്ററിന്റെ പകുതി വരെ മാത്രമേ ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിയുള്ള ഭാഗം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സെക്കൻഡ് ടൈമിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് സെക്കൻഡ് ടൈമിലേക്ക് അഥവാ നമ്മൾ എഴുതാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതാണ്. സോ ഇതിന്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കിയാലോ. ഈ ചാപ്റ്റർ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പഠിച്ചു നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന മനുഷ്യ മൂലധനം എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അതിന് നമുക്ക് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതായിരിക്കും, ഹൗ ക്യാൻ വി സ്ട്രെങ്തൻ ഹ്യൂമൻ ക്യാപിറ്റൽ? മനുഷ്യ മൂലധനത്തെ എങ്ങനെയെല്ലാം നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും? ഹ്യൂമൻ ക്യാപിറ്റലിനെ എങ്ങനെയൊക്കെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റുക? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻഷുർ ജോബ് സെക്യൂരിറ്റി, തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് കവറേജ്, ഇൻഷുറൻസ് പരിരക്ഷകൾ കൊടുക്കാം. ഇംപ്രൂവ് വർക്കിംഗ് കണ്ടീഷൻ, തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക. ബെറ്റർ വേജസ്, മെച്ചപ്പെട്ട വേതനം, കൂലി കൊടുക്കണം. ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. ഈ കാര്യങ്ങളിലൂടെ എല്ലാം ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഞാനും നിങ്ങളും പോലെയുള്ള മനുഷ്യന്മാരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എങ്ങനെ ശക്തിപ്പെടുത്താന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇതിലൊരു ഏതെങ്കിലും ഒരു 4 എക്സാമ്പിളെങ്കിലും, ഒരു 4 പോയിന്റ്സ് എങ്കിലും എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഈ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സാധ്യതയുള്ളത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണം 5 തരത്തിലാണ്. അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയാം. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ടിങ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന ചോദ്യം ചോദിക്കാം. മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം കേട്ടോ. ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്നാണ് എന്ത് ചെയ്യാനുള്ളത്, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് കേട്ടോ. ഫാക്ടേഴ്സ് അഥവാ മലയാളത്തിൽ എന്ത് വിളിക്കും, നമ്മൾ ഘടകം എന്ന് വിളിക്കും കേട്ടോ. ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ അതിൽ 5 എണ്ണമാണുള്ളത്. 1 എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണ്. 2 ഹെൽത്ത്, ആരോഗ്യം. 3 മൈഗ്രേഷൻ, കുടിയേറ്റം. 4 ജോബ് ട്രെയിനിങ്, തൊഴിൽ പരിശീലനം. അതുപോലെ തന്നെ 5 ആക്സസ് ടു ഇൻഫർമേഷൻ, വിവര ലഭ്യത. ഇതിൽ തന്നെ എക്സാമിനേഷൻ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ 2 പോയിന്റുകളാണ്. 1 എഡ്യൂക്കേഷനും 2 ഹെൽത്തുമാണ്. കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസസ് ഉള്ളത്. അതുപോലെ തന്നെ യു ക്യാൻ മസ്റ്റ് ഫോക്കസ് ദ മൈഗ്രേഷൻ ആൾസോ. മൈഗ്രേഷൻ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഏറ്റവും കൂടുതലായിട്ട് മക്കൾ ഏത് നോക്കിയേക്കണം, എഡ്യൂക്കേഷനെയും ഹെൽത്തിനെയും നോക്കിയേക്കണം. അതിന് നമ്മൾ ഡീറ്റെയിലുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, ഹൗ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു നാഷണൽ ഡെവലപ്മെന്റ്, അഥവാ എങ്ങനെയാണ് വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ ദേശീയ പുരോഗതിയെ സഹായിക്കാം. ഹൗ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു നാഷണൽ ഡെവലപ്മെന്റ്, എങ്ങനെയാണ് വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ ദേശീയ പുരോഗതിയെ സഹായിക്കാൻ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പക്ഷെ അങ്ങനെയല്ല എക്സാമിനേഷൻ എഴുതേണ്ടത്. സെയിം കോണ്ടന്റ് തന്നെയാണ്, സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ബട്ട് എഴുതുന്ന പാറ്റേണിൽ കുഞ്ഞു മാറ്റം വരുത്തിയാൽ മാത്രം മതി. ഇങ്ങനെ എന്ത് ചെയ്യണ്ട, ഈ സ്റ്റെപ്പ് ഒന്നും വരക്കണ്ട, പകരം ഒരു ഫ്ലോ ചാർട്ട് പോലെ താഴേക്കൊക്കെ ആയിട്ട് എഴുതിയിട്ട് എന്താ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് എഴുതുന്നു, ഇപ്പൊ ഇഫ് എ പേഴ്സൺ ക്യാൻ ഗെറ്റ് എഡ്യൂക്കേഷൻ, ഒരാൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുമെന്ന് വിചാരിക്കാം. ഇംഗ്ലീഷ് എബിലിറ്റി, അയാളുടെ എബിലിറ്റീസ്, കഴിവ് കൂടുതൽ. അതോടുകൂടി തന്നെ ഹി ക്യാൻ യൂസ് ദ ടെക്നോളജിക്കൽ നോളജ് അയാൾക്ക് ഭയങ്കരമായിട്ടുണ്ടാവും. അത് അയാളുടെ സ്കിൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. നല്ല സ്കില്ലുള്ള ഒരാളാണെങ്കിൽ ഹി ക്യാൻ ഗെറ്റ് ദ ബെറ്റർ ജോബ്സ്. അയാൾക്ക് എന്ത് കിട്ടും, നല്ല ജോലി കിട്ടും. നല്ല ബെറ്റർ ജോബ്സ് കിട്ടിയാലോ ബെറ്റർ ഇൻകം, നല്ല വരുമാനം ഉണ്ടായിരിക്കും. അതോടുകൂടി തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അയാളുടെ ജീവിത നിലവാരം ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആയിട്ട് മാറും. ദെൻ നാഷൻ ബിക്കം ആസ് ഡെവലപ്മെന്റ്. അതോടുകൂടി തന്നെ രാജ്യം എന്ത് ചെയ്യുന്നു, ഡെവലപ്പായിട്ട് മാറുന്നു. നമ്മൾ മലയാളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം കിട്ടിയാൽ കഴിവ് വർദ്ധിക്കുന്നു, കഴിവ് വർദ്ധിച്ചാൽ സാങ്കേതിക പരിജ്ഞാനം, അതാണ് നോളജ് എന്ന് പറയുന്നത്. നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത് ആ ഒരു ഭാഗമാണ് പറയുന്നത്. നൈപുണ്യ വികസനം എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റിനെയാണ് പറയുന്നത്. അതോടുകൂടി നല്ല നൈപുണ്യം ഉണ്ടെങ്കിൽ, നല്ല സ്കിൽ ഉണ്ടെങ്കിൽ നല്ല ജോലി, മെച്ചപ്പെട്ട ജോലി ഉണ്ടാവുന്നു, മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നു, അതോടുകൂടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാവുന്നു. അറ്റ് ലാസ്റ്റ് the nation should be developed, രാജ്യം പുരോഗതിയിലേക്ക് നയിക്കുന്നു. So what was the question? How education leads to national development. എങ്ങനെയാണ് വിദ്യാഭ്യാസം രാഷ്ട്ര പുരോഗതിയെ സഹായിക്കുക എന്നായിരിക്കും അവിടുന്ന് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഹെൽത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത്, ആരോഗ്യത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത്, ഹെൽത്ത് ആസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്ന് പറയും. ശാരീരികവും സാമൂഹികവും മാനസികവുമായിട്ടുള്ള സുസ്ഥിതിയെ വിളിക്കുന്നവർ. സുസ്ഥിതി എന്ന് പറഞ്ഞാൽ നല്ല അവസ്ഥ, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള, സമാധാനത്തോടുകൂടെ, മെന്റലി ഇഷ്യൂസുകൾ ഇല്ലാത്ത, ഫിസിക്കലി ഇഷ്യൂസുകൾ ഇല്ലാത്ത സിറ്റുവേഷനാണ് ഹെൽത്ത് എന്ന് പറയാം. ഹെൽത്തിന്റെ ഭാഗത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ് മക്കളെ? ആ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഹൗ ഡിക്ലൈനിങ് ഹെൽത്ത് അഫക്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെയും രാജ്യപുരോഗതിയും എങ്ങനെ ബാധിക്കുക? ഒരാളുടെ ആരോഗ്യക്ഷമത കുറയുക, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മനുഷ്യന്മാരുടെ ആരോഗ്യക്ഷമത കുറയുക, ഹെൽത്തിന് എന്താണ് ഒരുപാട് ഡിസീസസ്, അസുഖങ്ങളൊക്കെ വരിക, അത് എങ്ങനെ രാജ്യപുരോഗതിയെ ബാധിക്കാൻ ചോദിക്കുകയാണെങ്കിൽ മക്കളെ മനസ്സിലാക്കുക,
ആരോഗ്യമില്ലെങ്കിൽ അയാൾക്ക് വരുമാനം ഉണ്ടാവും, ഇല്ല ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഡിക്രീസ് ദ ഇൻകം, വരുമാനം കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ പർച്ചേസിങ് പവർ, സാധനങ്ങൾ വാങ്ങുന്നതിന്റെ അളവ് എന്ത് ചെയ്യും, കുറയും. അതോടുകൂടി തന്നെ കോസസ് ഫോർ പോവർട്ടി, ദാരിദ്ര്യത്തിന് എന്ത് ചെയ്യും, ഇത് കാരണമാകുന്നു. അതോടുകൂടെ ലോവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ജീവിത നിലവാരം താഴുക. ജീവിത നിലവാരം താഴ്ന്നാൽ എന്ത് ചെയ്യുന്നു, റെഡ്യൂസിംഗ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, രാഷ്ട്ര പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെൽത്ത് ഇല്ലാതായാൽ, ആരോഗ്യമില്ലാതായാൽ വരുമാനം, ഇൻകം കുറയുന്നു, പർച്ചേസിംഗ് പവർ കുറയുന്നു, പോവർട്ടി ആവുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇല്ലാതാവുന്നു. അതോടുകൂടി തന്നെ ദാറ്റ് ലീഡ് ടു റെഡ്യൂസ് ദ നാഷണൽ ഡെവലപ്മെന്റ്, രാജ്യ പുരോഗതിയെ തന്നെ തടസ്സപ്പെടുത്തുക ചെയ്യാം. എന്നാൽ ഇവിടുന്ന് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, വാട്ട് ആർ ദ ഹെൽത്ത് കെയർ മെഷേഴ്സ് ടു ടേക്കൺ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്? മാനവവിഭവത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരോഗ്യ രംഗത്ത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സിന്, ഒരു മനുഷ്യനെതിയാണ് ഹെൽത്ത്, ആരോഗ്യ രംഗത്ത് അടിപൊളിയാക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷി കൊണ്ടുവരാം. രോഗപ്രതിരോധ സംവിധാനങ്ങൾ, അസുഖം വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് അസുഖങ്ങൾ വരാതെ നമ്മൾ വാക്സിനേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഹൈജീൻ, ശുചിത്വത്തിന്, വൃത്തിക്ക് പ്രാധാന്യം നൽകണം. വൃത്തിയില്ല എങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള, ഇപ്പൊ നമ്മൾ ഡെങ്കി പോലെയുള്ള, എലിപ്പനി പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ ടു എൻഷുവർ ആഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, മതിയായ പോഷകാഹാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം. ഒരു ബേസിക് ആയിട്ട് ലഭിക്കുന്ന ഒരു ഫുഡെങ്കിലും ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ. ബെറ്റർ മെഡിക്കൽ ഫെസിലിറ്റീസ്, നമ്മൾ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ എൻഷുവർ റിക്രിയേഷൻ ആൻഡ് റിലാക്സേഷൻ, വിനോദവും വിശ്രമവും ഉറപ്പുവരുത്താം. ഒരാൾ എല്ലാ ദിവസവും 24/7 ജോലി ചെയ്യുകയാണെങ്കിൽ ഹി മൈ ബി സ്ട്രെസ്സിലേക്ക് ഭയങ്കരമായിട്ട് പോകും. സോ അതുകൊണ്ടാണ് അയാൾക്ക് റിലാക്സേഷൻസുകൾ വേണം, റിക്രിയേഷൻസുകൾ വേണം, എന്റർടൈൻമെന്റും എൻജോയ്മെന്റും എല്ലാം കൂടെ പോയാൽ മാത്രമേ അയാൾ മെന്റലി ഹെൽത്ത് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മേ ബി ഫിസിക്കലി ഓക്കെ ആയിരിക്കും, ഫിസിക്കലി ഓക്കെ ആയിട്ട് ഒരു കാര്യമില്ല, ഫിനാൻഷ്യലി ഓക്കെ ആയിട്ട് ഒരു കാര്യമില്ല, മെന്റലിയും കൂടെ ഇതായിരിക്കാം ഒരു വ്യക്തി ഓക്കെ ആയിരിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിലെ അഥവാ പൊതുമേഖലാ മേഖലയിലെ എന്ന് ഒന്നിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെയും ചോദിക്കാം. ഗവൺമെന്റ് മേഖലയിലെ ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾ ഏതൊക്കെ ചോദിക്കാമെങ്കിൽ മക്കൾ പഠിച്ചു വെക്കുക. ഒന്ന് ഹെൽത്ത് സബ് സെന്റേഴ്സ്, നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ഹെൽത്ത്, നമ്മൾ എന്താണ് ചെറിയ ഹെൽത്ത് സെന്ററുകളില്ലേ, അതാണ് ഹെൽത്ത് സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള PHC ആണ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സുകളുണ്ട്. പിന്നെ CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സുകളുണ്ട്. പിന്നെ താലൂക്ക് ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ, ഇവയെല്ലാം തന്നെ ഗവൺമെന്റ് ഹാൻഡിൽ ചെയ്യുന്ന, പബ്ലിക് സെക്ടർ ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്. നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു സെക്ടറിലേക്ക് വരുന്ന സമയത്ത്. ദെൻ അടുത്തൊരു ഭാഗത്തേക്ക്, ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യണം, അടുത്തൊരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിലേക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു വെക്കാം. ഒന്ന് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആണ്. പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. രണ്ടാമത്തെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയാണ്. ഇത് രണ്ടും ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന പ്രശ്നമാണ്. അതെന്ത് ചെയ്യുന്നു, ഫസ്റ്റ് തന്നെ ഈ ഒരു പോവർട്ടിയുടെ ഡീറ്റെയിൽ, ദാരിദ്ര്യത്തിന്റെ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ ഒരാൾ പോവർട്ടിയാണ്, ഒരു ദരിദ്രനാണെന്നുണ്ടെങ്കിൽ ലോ ഇൻകം, അയാൾക്ക് വരുമാനം കുറവായിരിക്കും, ലോ പർച്ചേസിംഗ് പവർ, സാധനം വാങ്ങിക്കാൻ കഴിയൂല. അതോടുകൂടെ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരുന്നു, മാൽ ന്യൂട്രീഷൻസ്, പോഷകാഹാരങ്ങളുടെ ലഭ്യത കുറയുന്നു, ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ വരുന്നു, ക്രോണിക് ഇൽനെസ്, നിരന്തരമായ അസുഖങ്ങൾ വരുന്നു. ഇതോടുകൂടെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, നമ്മളെ കുട്ടികൾ മരിച്ചു പോകുന്നതിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നു. ലോ ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം കുറഞ്ഞിട്ട് വരുന്നു. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഡിപ്പെൻഡൻസിന്റെ അളവ് എന്ത് ചെയ്യുന്നു, ആശ്രിതരുടെ അളവ് കൂടിയിട്ട് വരിക. അതോടുകൂടെ ലോവർ പ്രൊഡക്ടിവിറ്റി വളരെയധികം കുറയുന്നു. ലാക്ക് ഓഫ് കപ്പാസിറ്റി ടു വർക്ക്, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വരുന്നു. അഗൈൻ ലീഡ്സ് ടു പോവർട്ടി. ഈ ഒരു പോവർട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ഒരിക്കലും, ദാരിദ്ര്യത്തിന്റെ ഒരു ചാക്രിക പ്രവാഹം എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പ്ഡ് അല്ല. ഒരിക്കലും ഒരു പോവർട്ടിയിലേക്ക് വന്ന ഒരാള് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ തന്നെ സ്റ്റെക്ക് ആയിട്ട് നിൽക്കാനുള്ള റീസൺ അതാണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റിലേക്ക് നോക്കുന്ന സമയത്ത്, തൊഴിലില്ലായ്മയിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്നത് ഈ കൊല്ലത്തെ എക്സാമിനേഷന് കൺഫേം ക്വസ്റ്റ്യൻ ആണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. 4 ടൈപ്പ് അൺഎംപ്ലോയ്മെന്റ് ആണുള്ളത്. ഒന്ന് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറയും. വില്ലിംഗ് ടു വർക്ക് ബട്ട് അൺഎംപ്ലോയിഡ്, ജോലി ചെയ്യാൻ തയ്യാറാണ്, ജോലി കിട്ടാത്ത അവസ്ഥയാണ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടെക്നോളജി വന്നതിന്റെ ഭാഗമായിട്ട് ജോലി നഷ്ടപ്പെടുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ കാറുകൾ വന്നു, അതോടുകൂടെ കാളവണ്ടിയുടെ ഓട്ടം ഇല്ലാതായി. അങ്ങനെ നിന്നു ഒരു പുതിയ ടെക്നോളജി വന്നതിന്റെ ഭാഗമായിട്ട്, AI വന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേരുടെ ജോലി പോകുന്നു. ദീസ് ഓൾ ആർ ദ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, ഘടനാപരമായ തൊഴിലില്ലായ്മയാണ്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അഥവാ കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ സമയത്ത് ഒരു സമയത്ത് തൊഴിലുണ്ട്, അവർക്ക് എന്താണ് ജോലിയുണ്ട്. ഇപ്പൊ മഴക്കാലത്ത് ഇപ്പൊ കുട നന്നാക്കുന്ന ഒരാളുടെ അവസ്ഥ ആലോചിക്കുക, അയാൾക്ക് മഴക്കാലത്ത് നല്ല ജോലി ഉണ്ടായിരിക്കും, അതേസമയം വേനൽക്കാലം ആവുന്ന സമയത്ത് അയാൾക്ക് ജോലിയില്ല. ദാറ്റ് ഇസ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഏറ്റവും അവസാനത്തെ ഡിസ്റ്റിംഗ്വിഷ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും, പ്രച്ഛന്നമായ തൊഴിലില്ലായ്മ എന്ന് പറയും. അവർ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്കുള്ള ജോലി അവിടെ ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കില്ല. ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ 10 പേര് ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ 5 ആൾക്ക് എടുക്കാനുള്ള പണിയേ അവിടെയുള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും, അഥവാ പ്രശ്നമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. അടിപൊളി, ഇത് നിർബന്ധമായിട്ട് പഠിച്ചേക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുടെയും ലൈവുകൾ നമ്മുടെ ഇത് വരുന്നുണ്ട്. നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത എല്ലാ മക്കളും നിർബന്ധമായിട്ടും നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.